ഹായ്, ദിസ് ഇസ് അജിത് PC ഫ്രം ട്രയംഫ് എഡ്യൂക്കേഷൻ സെൻറ്റർ. ഈ വീഡിയോയിൽ IELTS പരീക്ഷയെക്കുറിച്ച് കാൻഡിഡേറ്റ്സിനിടയിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം കുട്ടികൾ IELTSനെ മനസ്സിലാക്കിയിരിക്കുന്നത് പല തരത്തിലാണ്. അതുകൊണ്ട് തന്നെ IELTSന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഈ തെറ്റിദ്ധാരണകൾ അവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് എന്ന് സംസാരിച്ച് ഈ തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ തെറ്റിദ്ധാരണകളെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകാം. IELTS എക്സാം നടത്തുവാനായി ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഒപ്പം കഴിഞ്ഞ 9 വർഷം പ്രവർത്തിച്ച പരിചയത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് IELTS എക്സാം അഡ്മിനിസ്ട്രേറ്ററായി വർക്ക് ചെയ്തിരുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങളുടെ ഇത്തരം തെറ്റിദ്ധാരണകൾക്ക് മറുപടി നൽകാൻ എന്നെക്കൊണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓരോ സംശയങ്ങളിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തെ സംശയം എന്ന് പറയുന്നത് എക്സാം ഏത് സെൻറ്ററിൽ എഴുതണമെന്നാണ്. ചില ആളുകൾ പറയും കോട്ടയത്ത് എക്സാം എഴുതിയാൽ എളുപ്പമായിരിക്കില്ല, നല്ല ടഫായിരിക്കും എന്ന് പറയും. ചില ആളുകൾ പറയും അങ്കമാലിയാണ് നല്ല സെൻറ്റർ എന്ന് പറയും. മറ്റു ചില ആളുകൾക്ക് കൊല്ലമാണ് നല്ല സെൻറ്റർ. അപ്പോൾ ഈ സെൻറ്റേഴ്സ് ഏതാണ് എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ എക്സാം ഈസി ആവാനും ബുദ്ധിമുട്ടാകാനും സാധ്യതയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. കാരണം ഇന്ത്യയിൽ ഏത് സെൻറ്ററിൽ എക്സാം നടന്നാലും ഒരു ദിവസം ഒരു സമയത്ത് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന എക്സാം തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടയത്തും കൊച്ചിയിലും കണ്ണൂരും എല്ലാം ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് പരീക്ഷ നടത്തുന്നത്. പിന്നെ ഏത് സെൻറ്ററിൽ എഴുതിയാലും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം, അതല്ലെങ്കിൽ സെൻറ്ററിന് മുകളിൽ നിങ്ങൾക്ക് പഴിചാരാം എന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലായിടത്തും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏത് സെൻറ്റർ എടുക്കുന്നു എന്നുള്ളതിലല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനമാക്കിയാണ് എക്സാം ടഫ് ആകുമോ അതല്ല എളുപ്പമാകുമോ എന്നുള്ളതിരിക്കുന്നത്. ലിസണിങ്ങും റീഡിങ്ങും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ ഏത് സെൻറ്ററിൽ എക്സാം എഴുതിയാലും മാറ്റമൊന്നും വരില്ല. അതായത് നിങ്ങൾ എഴുതുന്ന 40 ചോദ്യങ്ങൾക്കും ഏത് സെൻറ്ററിൽ ഉത്തരം എഴുതിയാലും ഒരേ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ. തന്നെയുമല്ല, ലിസണിങ് റീഡിംഗ് ഇപ്പോൾ സെൻട്രലൈസ്ഡ് ആയിട്ട് വാല്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ പേപ്പേഴ്സും ഒരേ സ്ഥലത്തായിരിക്കും ചെക്ക് ചെയ്യപ്പെടുന്നത്, പ്രധാനപ്പെട്ട സെൻറ്ററുകളിൽ. ഇനി അതിനുശേഷമുള്ള റൈറ്റിംഗ് സ്പീക്കിംഗ് എക്സാമുകളിലേക്ക് വരുമ്പോഴാണ് എക്സാമിനർ എന്നുള്ളൊരു എക്സ്റ്റേണൽ ഫാക്ടർ അവിടേക്ക് എത്തുന്നത്. അതിൽ തന്നെ പലപ്പോഴും 3 എക്സാമിനേഴ്സ് അവൈലബിൾ അല്ല എങ്കിൽ അവിടെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം സ്പീക്കിംഗ് ടെസ്റ്റ് എടുക്കുന്ന എക്സാമിനർ 1, നിങ്ങളുടെ റൈറ്റിംഗ് ടാസ്ക് 1 നോക്കുന്ന എക്സാമിനർ 2, ടാസ്ക് 2 നോക്കുന്ന എക്സാമിനർ 3, ഇങ്ങനെ 3 എക്സാമിനേഴ്സാണ് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷനിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു സെൻറ്ററിൽ ചിലപ്പോൾ 2 എക്സാമിനേഴ്സേ ഉള്ളൂ എങ്കിൽ അവിടെ സ്പീക്കിംഗ് ടെസ്റ്റ് നടക്കും, പക്ഷേ റൈറ്റിംഗ് സെൻട്രലൈസ്ഡ് വാല്യുവേഷന് വേണ്ടിയായിരിക്കും അയക്കുന്നത്. അപ്പോൾ റൈറ്റിംഗ് ടാസ്ക് 1 ടാസ്ക് 2 ആൻസേഴ്സ് നോക്കുന്നത് 2 എക്സാമിനേഴ്സ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ പേപ്പർ ആ സെൻറ്ററിൽ ചെക്ക് ചെയ്യാതെ സെൻട്രലൈസ്ഡ് വാല്യുവേഷനാണ് പോകുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഏത് സെൻറ്ററിൽ എഴുതിയാലും ഒരേ സ്ഥലത്തേക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ് വരുമെങ്കിൽ പിന്നീട് നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? ഇനി അടുത്തത് സ്പീക്കിംഗ് ടെസ്റ്റ്. സ്പീക്കിംഗ് ടെസ്റ്റിലാണ് ഒരുപാട് ആളുകൾ ചില എക്സാമിനേഴ്സെ പ്രതി പേടിക്കുന്നത്. അതായത് കോട്ടയം സെൻറ്ററിൽ ചെന്നാൽ ഈ പർട്ടിക്കുലർ എക്സാമിനർ ഉണ്ടാവും, അവർ വളരെ കുറച്ച് മാർക്കാണ് തരുന്നത് എന്നുള്ള തരത്തിൽ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സെൻറ്ററിലേക്കായി നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന എക്സാമിനേഴ്സ് ഇല്ല എന്നുള്ളതാണ്. കാരണം ഓരോ ആഴ്ചയും റൊട്ടേഷൻ ബേസിൽ അവരുടെ ഡ്യൂട്ടി മാറി വരാറുണ്ട്. അതായത് ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അടുത്ത ആഴ്ച എന്നെ ഡ്യൂട്ടിക്ക് നിശ്ചയിക്കുന്നത് കണ്ണൂരേക്കോ അങ്കമാലിയിലേക്കോ ആയിരിക്കാം. ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്കും എക്സാമിനേഴ്സ് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോട്ടയം സെൻറ്ററിൽ ചെന്നാൽ എനിക്ക് ഈ പർട്ടിക്കുലർ എക്സാമിനറെ കിട്ടും എന്ന് പേടിച്ച് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത് എക്സാം എഴുതുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കോട്ടയത്ത് പ്രതീക്ഷിച്ച അതേ എക്സാമിനർ തിരുവനന്തപുരത്തും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെൻറ്റേഴ്സ് എടുക്കുന്നത് എക്സാമിനറിനെ പേടിച്ചാണെങ്കിൽ അതിലൊരു കാര്യവുമില്ല. അവരൊക്കെ എല്ലാ സെൻറ്റേഴ്സിലേക്കും ട്രാവൽ ചെയ്യുന്നവരാണ്. ഇനി നിങ്ങൾ എക്സാമിനേഴ്സിനെ ഒരു പരിധിയിൽ കൂടുതൽ പേടിക്കുന്നതിലും കാര്യമില്ല. കാരണം എക്സാമിനേഴ്സ് ആരും തന്നെ തോന്നിയ പോലെ മാർക്ക് ഇടുന്നവരല്ല. അവർക്ക് വളരെ കൃത്യമായ നിർദ്ദേശമുണ്ട്. ഓരോ ക്രൈറ്റീരിയയിലും നിങ്ങൾക്ക് 0 to 9 ഏത് മാർക്കാണ് നൽകേണ്ടത് എന്നുള്ളതിൽ. അപ്പോൾ അവർ ഈ മാർക്ക് ഇടുന്നതിന് തെളിവായി നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങളുടെ സ്പീക്കിംഗ് ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എക്സാം എഴുതിയവർക്കറിയാം,
എക്സാമിനേഴ്സിൻ്റെ കയ്യിൽ എപ്പോഴുമുള്ള വോയിസ് റെക്കോർഡറിനെ കുറിച്ച്. ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് തമാശയ്ക്കല്ല, മറിച്ച് നിങ്ങൾക്ക് നാളെ ഒരു പരാതി ഉണ്ടായാൽ ഈ വോയിസ് റെക്കോർഡറിലുള്ള വോയിസ് ആയിരിക്കും റീവാലുവേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. തന്നെയല്ല, പലപ്പോഴും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ക്വാളിറ്റി ചെക്കിന് വേണ്ടി നിങ്ങളുടെ വോയിസ് ചെക്ക് ചെയ്യാറുമുണ്ട്. അപ്പോൾ എക്സാമിനേഴ്സ് തോന്നിയതുപോലെയാണ് മാർക്ക് ഇടുന്നതെങ്കിൽ പിന്നീട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ വാല്യുവേഷനിൽ ഈ കിട്ടിയ മാർക്കും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഇടുന്ന മാർക്കും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ എക്സാമിനേഴ്സിനെതിരെയുള്ള നടപടികളിലേക്ക് വരെ അത് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമിനേഴ്സ് നിങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമോ അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്ന അവരുടെ മുഖത്തെ ഭാവങ്ങൾ വെച്ചോ ആയിരിക്കില്ല മാർക്കിടുന്നത്, കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇനി എക്സാമിന് വരുന്ന ചോദ്യങ്ങളെക്കുറിച്ച്. സ്പീക്കിംഗ് ടെസ്റ്റിന് എപ്പോഴും 2 ഫോൾഡേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ജാനുവരി മാസം ഇറങ്ങി ഓഗസ്റ്റിൽ എക്സ്പയർ ആവുന്ന ഒരു ഫോൾഡറും അതിനുശേഷം സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയുള്ള അടുത്ത ഫോൾഡറും മെയ് മുതൽ ഡിസംബർ വരെയുള്ള ഫോൾഡറും. അപ്പോൾ എല്ലാ സമയത്തും 2 ഫോൾഡേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ 2023 ജനുവരി മാസം ഈ മാസം ഇറങ്ങിയ ഒരു ഫോൾഡർ, അതായത് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ 2023 ഓഗസ്റ്റ് വരെയുള്ള ഒരു ഫോൾഡറും കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇറങ്ങി ഈ ഏപ്രിൽ വരെയുള്ളൊരു ഫോൾഡറുമാണുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ 2 സെറ്റ് ഓഫ് ഫോൾഡേഴ്സിൽ നിന്നുമായിരിക്കും ചോദ്യങ്ങൾ വരിക. ഈ ചോദ്യം 6 മാസം അല്ലെങ്കിൽ 7 മാസത്തേക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സെൻറ്ററിൽ പോയാലും ഈ 2 സെറ്റിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എക്സാമിനേഴ്സിന് ഇന്ന് ഫോൾഡർ 1 ആണ് കിട്ടുന്നതെങ്കിൽ അതേ എക്സാമിനറിന് നാളെ ഫോൾഡർ 2 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് എക്സാമിനറിൽ നിന്ന് ഇന്ന ചോദ്യം കിട്ടും എന്ന് പ്രതീക്ഷിച്ചും എക്സാമിന് പോകാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെൻറ്റർ തിരഞ്ഞെടുക്കുന്നതിലോ ഏതെങ്കിലും ഒരു എക്സാമിനറിനെ പേടിച്ച് മറ്റൊരു സെൻറ്ററിലേക്ക് പോകുന്നതിലോ പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തേത്. സ്പീക്കിംഗ് എക്സാമിനെ കുറിച്ചുള്ളതാണ് രണ്ടാമത്തെ തെറ്റിദ്ധാരണ. അതായത് എക്സാമിനേഴ്സിനോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. പ്രത്യേകിച്ച് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പഠിപ്പിക്കുന്നത് എക്സാമിനേഴ്സിനോട് വളരെ വിനയത്തോടെ പെരുമാറണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത ആൾ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുന്നത് അതിവിനയം അത് ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് തോന്നുന്ന ബഹുമാനം പ്രകടിപ്പിക്കാം എന്നുള്ളതിനുമപ്പുറം സർ 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 അല്ലെങ്കിൽ മാഡം മാഡം എന്നൊക്കെ വിളിച്ച് നിങ്ങൾ എപ്പോഴും അവരെ സോപ്പിടാൻ ശ്രമിക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വളരെ ബഹുമാനപൂർവ്വം അവരോട് സംസാരിക്കാം, പക്ഷേ അതൊരു സോപ്പിടലിലേക്ക് ഒരിക്കലും പോകരുത്. കാരണം എക്സാമിനേഴ്സ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കുട്ടികൾ ആ 5 മിനിറ്റ് ഞങ്ങളുടെ മുൻപിൽ ഇരിക്കുമ്പോൾ കാണിക്കുന്ന വിനയം ഞങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമോ ബഹുമാനമോ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് അവർ പരീക്ഷയിൽ പാസ്സാകണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അവരും അതിനെ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിവിനയം കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുപോലെ തന്നെ എപ്പോഴും സർ അല്ലെങ്കിൽ മാഡം എന്ന് ഓരോ തവണയും അവരെ വിളിച്ച് അഭിസംബോധന ചെയ്യണമെന്നുമില്ല. സ്പീക്കിംഗ് എക്സാം റൂമിൽ നടക്കുന്ന മറ്റൊരു കാര്യം, പാർട്ട് 1 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ്, അതായത് വാം അപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് നിങ്ങളോട് ലോങ് റൺ, അതായത് ക്യൂ കാർഡ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രിബിൾ ചെയ്യാൻ തരുന്ന ഒരു ഷീറ്റ് ഓഫ് വൈറ്റ് പേപ്പർ ആൻഡ് എ പെൻസിൽ. പലപ്പോഴും കുട്ടികളോട് പറഞ്ഞു വിടുന്നത് നിങ്ങൾ നിശ്ചയമായും ഈ പേപ്പറിൽ എഴുതിയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇല്ല. നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം. കാരണം ഈ പേപ്പറുകൾ അവർ പിന്നീട് ചെക്ക് ചെയ്യുന്നതേ ഉണ്ടാവില്ല. നിങ്ങളുടെ മുൻപിൽ തന്നെ ഇതൊരു ട്രാഷ് എന്ന കവറിലേക്ക് മാറ്റുകയും ഈ പേപ്പറുകൾ പിന്നീട് ഡിസ്കാർഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളെങ്കിലും പറയുന്നത് പോലെ നിങ്ങൾ നിശ്ചയമായും ഇതിൽ എഴുതിയിരിക്കണം, നിങ്ങൾ ഇതിൽ എന്ത് പോയിൻ്റാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് എക്സാമിനേഴ്സ് പിന്നീട് ആ പേപ്പറുകൾ എടുത്ത് നോക്കും എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമെന്നേ പറയാനുള്ളൂ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പകരം നിങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതിയ ആ പേപ്പറുകൾ അത് ഡിസ്കാർഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് സംസാരിക്കാം. മൂന്നാമത്തേത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണ്. അതായത് നിങ്ങൾക്ക് വലിയ ആക്സെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്പീക്കിങ്ങിന് നന്നായി സ്കോർ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത്. എക്സാമിനേഴ്സ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, സ്പീക്കിങ്ങിന് ആക്സെൻറ്റിൻ്റെ ആവശ്യമേ ഇല്ല. പകരം അറ്റ്ലീസ്റ്റ് ന്യൂട്രലായി നിങ്ങളുടെ ആക്സെൻ്റ് ഉണ്ടായാൽ മതി. അതായത് തെറ്റായ പ്രൊനൗൺസിയേഷനുകൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വളരെ ഭംഗിയായി സംസാരിക്കാൻ കഴിയുമെങ്കിൽ അമേരിക്കൻ ആക്സെൻറ്റിൻ്റെയോ ബ്രിട്ടീഷ് ആക്സെൻറ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല.
പ്രത്യേകിച്ച് നിങ്ങളൊരു ഫോൾസ് ആക്സെൻറ്റുമായാണ് അവരുടെ മുൻപിലേക്ക് ചെല്ലുന്നതെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പെർഫോമൻസ് കുറയാനും അത് ഇടയാക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആക്സെൻറ്റ് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാതെ പകരം നിങ്ങളുടെ ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ ശരിയാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതിയാവും. മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് റൈറ്റിംഗ് എക്സാമിന് ഫോളോ ചെയ്യുന്ന ഈ ഫോർമാറ്റുകളെ കുറിച്ചുള്ളതാണ്. അതായത് എൻ്റെ ഫോർമാറ്റിൽ എഴുതിയാൽ ഒരുപക്ഷെ മാർക്ക് കുറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് വിജയിച്ചിട്ടുള്ള ചില ഫോർമാറ്റുകൾ, അതായത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു തന്നിരിക്കുന്നതോ ആയിട്ടുള്ള ഫോർമാറ്റുകളിൽ എസ്സേ എഴുതുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടാസ്ക് 2-ലാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. പക്ഷേ പലപ്പോഴും പറ്റുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് അവൈലബിൾ ആയിരിക്കുന്നത് പോലെ തന്നെ മറ്റു പല ആളുകൾക്കും ഇതേ ഫോർമാറ്റ് അവൈലബിൾ ആണ്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങളുടെ പേപ്പറുകൾ വാല്യുവേഷൻ എത്തുമ്പോൾ നിങ്ങളുടെ അതേ ഇൻട്രൊഡക്ഷനോടുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ അതേ കൺക്ലൂഷനോട് കൂടിയ 10-15 പേപ്പറുകൾ എക്സാമിനേഴ്സിന് മുൻപിൽ എത്തുകയും ഇതൊക്കെ ആരുടെയോ കോപ്പി അടിക്കപ്പെട്ടതാണ് എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ കുട്ടി ബൈഹാർട്ട് ചെയ്ത് വന്ന് എഴുതിയ എസ്സേ ആണ് എന്നുള്ള തരത്തിൽ വരികയും കുട്ടിക്ക് സ്വന്തമായി ലാംഗ്വേജ് കോമ്പിറ്റൻസി ഇല്ല എന്നുള്ള തരത്തിൽ നിങ്ങളുടെ മാർക്കുകൾ കുറയാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വളരെ മനോഹരമായി എസ്സേ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരേപോലെയുള്ള ഒരുപാട് എസ്സേകൾ കാണുമ്പോൾ എക്സാമിനേഴ്സ് അതിനെ പോസിറ്റീവായി അല്ല കാണുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് മറ്റൊരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മോഡലാണെങ്കിലും അതല്ല നിങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്നോ മറ്റു സോഴ്സുകളിൽ നിന്നോ സമ്പാദിക്കുന്ന ഫോർമാറ്റുകളാണെങ്കിലും അത്തരം ഫോർമാറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് റൈറ്റിങ്ങിന് മാർക്ക് നേടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി. മുൻപ് പലപ്പോഴും എക്സാം ഹാളിൽ പേപ്പറുകൾ നോക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഒരേ തരത്തിൽ കൺക്ലൂഷൻ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. പിന്നീട് മനസ്സിലാവുന്നത് ഇവരൊക്കെ ഒരേ സ്ഥലത്ത് ട്രെയിനിങ് എടുത്തിട്ടുള്ളവരാണ് എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി കുട്ടികളുടെ സ്കോറിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായി ഇത് വരാനിടയുണ്ട്. ഇത്തരം തെറ്റിദ്ധാരണകൾ മാറ്റിയാൽ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് IELTS പരീക്ഷയിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയും. ഈ പറഞ്ഞ തെറ്റിദ്ധാരണകളൊക്കെ പലപ്പോഴായി എൻ്റെ അടുത്ത് കുട്ടികൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ മറുപടിയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പരീക്ഷ നടത്തിയ ഒരാൾ എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങളിലെ തെറ്റിദ്ധാരണകൾ മാറ്റിത്തരുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് വരും. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതൊരു ലാംഗ്വേജ് ടെസ്റ്റാണ് എന്നുള്ളതാണ്. പലപ്പോഴും സംഭവിക്കുന്നത് IELTS എന്ന് പറയുമെങ്കിലും ഇതൊരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റമാണ് എന്ന് മനസ്സിലാക്കാൻ ആളുകൾ പരാജയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ലിസണിങ് എങ്ങനെ ചെയ്യണം, റീഡിംഗ് ടെസ്റ്റ് എങ്ങനെ പാസ്സാവണം, റൈറ്റിങ്ങിന് എങ്ങനെ ഉത്തരം എഴുതണം, ഇത്തരം ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം തേടുന്നത്. പകരം ആദ്യം നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷ നന്നാവട്ടെ, നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യട്ടെ, നിങ്ങളുടെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഒരുപാട് നന്നാവട്ടെ. പിന്നീട് നിങ്ങൾക്ക് IELTS ഈസിയായി തന്നെ പാസ്സാവാം. ഇങ്ങനെ IELTS നിങ്ങളുടെ ആദ്യ ചാൻസിൽ തന്നെ പാസ്സാകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ആൻഡ് ദിസ് ഇസ് അജിത് ഫ്രം ട്രയംഫ് എഡ്യൂക്കേഷൻ സെൻറ്റർ.